ഉലുവ വച്ചിട്ട് നല്ലൊരു ഹെയർ സീറം ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരു മാസത്തോളമൊക്കെ ഇരുത്താലും കേട് വരത്തില്ല കേട്ടോ. നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും മാറി മുടി തഴച്ച് വളരാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീറമാണ്. ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ റോസ്മേരിയുടെ ലീഫാണ്. ഈ റോസ്മേരിയുടെ ലീഫ് ഉണ്ടല്ലോ, നമുക്ക് തലമുടി നല്ല രീതിയിൽ തഴച്ച് വളരാൻ നല്ലതാണ്. മുടി കൊഴിച്ചിലും മാറും, തലമുടിക്ക് നല്ലൊരു മണവും കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഈ റോസ്മേരി. അപ്പം ചെറിയ ചെറിയ ബേബി ഹെയർസൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ മുളച്ച് വരാനൊക്കെ ആയിട്ട് ഈ റോസ്മേരി ലീഫ് നല്ലതാണ്. അപ്പം അതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കരിഞ്ജീരകം നീർക്കെട്ട് വീഴാതിരിക്കാനൊക്കെ ആയിട്ടും നല്ല ബ്ലാക്ക് ഹെയർ ആയിട്ട് വരാനൊക്കെ ആയിട്ടും കരിഞ്ജീരകം നല്ല. അപ്പോൾ ഇത് മൂന്നും കൂടി നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പിറ്റേന്ന് എടുക്കുമ്പോൾ ഇതുപോലെ മഞ്ഞ കളർ വെള്ളമായി കിട്ടും. ആ മൂന്നിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ട് ഇതുപോലത്തെ വെള്ളം കിട്ടും. ഇത് വെറുതെ നമുക്ക് വേണമെങ്കിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് അങ്ങനെ എടുത്ത് ഊറ്റി മാറ്റി വെച്ചിട്ട് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന ഉലുവയില്ലേ, ആ ഉലുവ ഇതുപോലെ ഞാനന്ന് എടുത്ത് 2-3 ദിവസം മുളപ്പിക്കാൻ വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് മുളച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ സീറം ഉണ്ടാക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ കാണിച്ച മഞ്ഞ വെള്ളം പോലെ യൂസ് ചെയ്യാം. ആ കുതിർത്തിയ ഉലുവ നിങ്ങൾക്ക് കളയുകയും വേണ്ട, ചുമ്മാ വെറുതെ വെച്ചാൽ 3 ദിവസം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്ന് അങ്ങോട്ട് മുളയ്ക്കും കേട്ടോ. അപ്പം മുളച്ചത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. 2 രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ചെറിയൊരു തണ്ട് കറ്റർവാഴ ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ടാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള ഉണ്ടാവില്ലേ, അതൊരു പകുതി മുറിച്ചിട്ടാലും മതി. എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ നല്ല പച്ച കളറിലുള്ളതിൻ്റെ ഒരു ജെല്ലി പരുവത്തിലുള്ളതിൻ്റെ ഒരു സിറമായിട്ട് കിട്ടും. ഇതെങ്ങനെ കിട്ടും കേട്ടോ. ഇത് നമുക്ക് ശരിക്കും അരിപ്പയിൽ അരിച്ചെടുക്കുമ്പോൾ പച്ച കളർ ചാറായിട്ട് കിട്ടും. ചെറിയ ഞോളപ്പോടുള്ള ചാറായി കിട്ടും. അപ്പം ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റമിനിയുടെ ക്യാപ്സൂളില്ലേ, അത് നമുക്ക് പൊട്ടിച്ചെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാൻ നല്ലതാണ്. ഇത് നമുക്ക് 1 മാസത്തോളമൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കും, സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ എല്ലാവർക്കും അറിയാമല്ലോ, താടിയും മീശയും ഒക്കെ കട്ടിയിൽ വളരാൻ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ 1 സ്പൂൺ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വൈറ്റമിനിയുടെ ക്യാപ്സൂളും പൊട്ടിച്ചേരണം കേട്ടോ. ഇത് നല്ല രീതിയിൽ നമുക്ക് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ സിറം 1 മാസം ഇരുന്നാലും ഫ്രിഡ്ജിലിരുന്നാൽ കേട് വരത്തില്ല കേട്ടോ. ചെറിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ തലയിൽ കൂടെ സ്കാൽപ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് നേരം മുൻപ് ഇങ്ങനെ സ്കാൽപ്പിൽ കൂടെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറും, മുടി വളരാനൊക്കെ ആയിട്ടും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഫർ പ്രൈസിൽ 1/2 കിലോയുടെയും 1 കിലോയുടെയൊക്കെയും നമ്മുടെ കരിഞ്ജീരകവും റോസ്മേരിയുടെ ലീഫും വൈറ്റമിനിയുടെ ക്യാപ്സൂളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ കണ്ടോ, ആ മലയാളം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നാച്ചുറലായിട്ട് ഹെയർ കെയർ ടിപ്സും ബ്യൂട്ടി ടിപ്സിനൊക്കെ പേജ് സബ് ചെയ്യാത്തവരെ കൊണ്ട് സബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ. ബൈ.